ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മച്ചാങ്ങ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് എങ്ങനെ അപേക്ഷിക്കാം. അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും. ബിക്കോസ് നമ്മുടെ മലയാളി സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്, പഠിക്കുന്ന കുട്ടികളുള്ള ഒരുപാട് വീട്ടുകാരുണ്ട്. അവർക്ക് എല്ലാവർക്കും നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ എത്തിക്കുക. പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. ഇതിന് വേണ്ട രേഖകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റേഷൻ കാർഡ്, അതായത് നിങ്ങളുടെ വരുമാനം, റേഷൻ കാർഡിലുള്ള വരുമാനമാണ് അതിൽ കൊടുക്കേണ്ടത്. 1 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം. 1ാം ക്ലാസ്സുകാർക്ക് മാർക്ക് പെർസെൻറ്റേജിൻ്റെ ആവശ്യമില്ല, മാർക്ക് ലിസ്റ്റ് വേണ്ട. ബാങ്ക് അക്കൗണ്ട് നമ്പറും പാസ്ബുക്കും റേഷൻ കാർഡിൻ്റെ കോപ്പിയും മതിയാവും. പക്ഷേ 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന മാർക്ക് ലിസ്റ്റ്, എത്ര പെർസെൻറ്റേജ് ആണോ മാർക്ക്, ആ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സ്കൂളിൽ നിന്ന് വാങ്ങുക. ആ മാർക്ക് അവിടെ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ 50% മുകളിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ്. ആ ഒരു പെർസെൻറ്റേജ് ആണ് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടട്ടെ. കഴിഞ്ഞ വർഷം എക്സാം നടക്കാത്തത് കൊണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക, എത്ര പെർസെൻറ്റേജ് ആണ് ഞങ്ങൾ കൊടുക്കേണ്ടതെന്ന്. ആ ഒരു പെർസെൻറ്റേജ് നിങ്ങളെ ടീച്ചർ എന്താണോ പറയുന്നത് അത് കേട്ട് ആ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ അവിടെ നിങ്ങളുടെ മാർക്ക് ഓഫ് പെർസെൻറ്റേജിൽ കൊടുത്ത പ്രീവിയസ് ഇയർ മാർക്ക്, അതുപോലെ പാസ്റ്റ് ഇയർ നിങ്ങൾ 2020 പാസ്സായിരിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങളെ ഓൺലൈൻ ക്ലാസ് എന്നാണോ തുടങ്ങിയത്, അതായത് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിലാണല്ലോ ക്ലാസ്സുകളൊക്കെ. ആ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് നോർമലി നമ്മൾ ജൂണിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ ആ ഡേറ്റ് തന്നെ കൊടുത്താൽ മതി. നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് അത് ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം? നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററുകളോ, CSC കോമൺ സർവീസ് സെൻറ്റർ, അതല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുകൾ, ഓൺലൈൻ ഫെസിലിറ്റി ഉള്ള ഏത് കമ്പ്യൂട്ടർ സെൻറ്ററിനെയും നിങ്ങൾക്ക് സമീപിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക്, നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് രക്ഷകർത്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് പറ്റില്ല. കുട്ടികളുടെ പേരിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ജോയിൻ്റ് അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല. ബട്ട് കുട്ടികളുടെ പേരിൽ നിങ്ങൾ 1ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻറ്റ് അക്കൗണ്ട് 0 ബാലൻസിൽ നിങ്ങൾക്ക് കോർപ്പറേഷൻ ബാങ്കിലോ SBI ബാങ്കിലോ ഏത് ബാങ്കിൽ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് സ്റ്റുഡൻസ് അക്കൗണ്ട് 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ചില ബാങ്കുകളിൽ സ്കൂളിൽ പഠിക്കുന്നതിന് തെളിയിക്കുന്ന ഒരു ഫോം, അതായത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഫോം നിങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. അതുമായിട്ട് നിങ്ങൾ ബാങ്കിനെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഈസി ആയിട്ട് 1 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇനി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊന്നും അക്കൗണ്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പേരിൽ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ പ്രീ മെട്രിക്കിന് അപേക്ഷ സമർപ്പിക്കുക. ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 31, ചിലപ്പോൾ നവംബർ 15 വരെയൊക്കെ നീണ്ടു പോവാം ഈ ഡേറ്റ്. അതുകൊണ്ട് സമയം ഒരുപാടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, SBT അക്കൗണ്ട് ആയിരുന്നവർ, അതായത് നിങ്ങൾക്ക് മുമ്പ് SBT അക്കൗണ്ട് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ IFSC കോഡുകളെല്ലാം മാറിയിട്ടുണ്ട്. അതെന്താണ്, എങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. SBTR 0000494 ഇങ്ങനെയാണ് നിങ്ങളുടെ IFSC കോഡെന്ന് വിചാരിക്കുക. അത് മാറിയിട്ടുണ്ട്. അത് SBIN 0070494 ഇങ്ങനെ മാറിയിട്ടുണ്ട്. SBIN മെർജ് ആയിട്ടുണ്ട്, കൺവേർട്ട് ആയിട്ടുണ്ട്. ഇതായിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അപ്പോൾ നിങ്ങൾ IFSC കോഡ് തെറ്റിച്ച് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ IFSC കോഡ്, മാറ്റം വന്നിരിക്കുന്ന IFSC കോഡ് എങ്ങനെയാണ് മാറിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ SBT അക്കൗണ്ട് ഉള്ളവർ SBIN എന്ന IFSC കോഡ് മാറ്റി മേടിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ പേര് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലെ പേരും ആധാറിലെ പേരും ഒന്നാണെന്ന് കറക്റ്റായിട്ട് നോക്കുക. അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കാതെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ബാങ്ക് IFSC കോഡും അക്കൗണ്ട് നമ്പറും യാതൊരു കാരണവശാലും തെറ്റ് വരാൻ പാടുള്ളതല്ല. അങ്ങനെ തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. 50% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ മാസ വരുമാനം 500 രൂപയാണെന്നാണ് റേഷൻ കാർഡിൽ കാണിക്കുന്നതെങ്കിൽ വർഷം 12 × 500 6000 രൂപയെന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അല്ല, ഇതിൽ ഈ ഒരു പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതായത് വില്ലേജ് ഓഫീസർ നൽകുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ വരുമാനം കൊടുത്താൽ മതിയാവും. ഇനി ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം?
ഇത് OBC കാറ്റഗറിയിൽ പെടുന്ന മുസ്ലിംസിനും ക്രിസ്ത്യൻസിനുമാണ്. അതായത് scholarship.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഹിന്ദു OBC കാറ്റഗറി പിന്നോക്ക വികസന കോർപ്പറേഷൻ സ്കോളർഷിപ്പിന് നിങ്ങൾ സ്കൂൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതായത് OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, 2 തരത്തിലുള്ള സ്കോളർഷിപ്പാണ്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ആൻഡ് OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. പിന്നോക്ക വികസന കോർപ്പറേഷൻ ആ ഒരു സ്കോളർഷിപ്പ് വേറെയാണ്. അത് സ്കൂളിൽ IT scholarship.gov.in സ്കൂൾ പോർട്ടൽ വഴിയാണ് ചെയ്യുന്നത്. മറ്റുള്ള സ്കോളർഷിപ്പുകൾ, ഈ നാഷണൽ സ്കോളർഷിപ്പുകൾ നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴിയും CSC കോമൺ സർവീസ് സെൻറ്റർ പോലെയുള്ള ഓൺലൈൻ സെൻറ്ററുകൾ വഴിയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ 2 സ്കോളർഷിപ്പുകൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഉള്ള സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിൽ ഫ്രഷ് ആപ്ലിക്കേഷനുണ്ട്, റിന്യൂവൽ ആപ്ലിക്കേഷനുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിന്യൂ ആണ് ചെയ്യേണ്ടത്, ഫ്രഷ് അല്ല ചെയ്യേണ്ടത്. ഇനി ഒരു പക്ഷേ നിങ്ങൾ ബാങ്കിൽ പോയപ്പോൾ ചിലപ്പോൾ അവിടുത്തെ തിരക്ക് കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നില്ല എന്ന് അവർ പറയും. പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ വർഷം അപേക്ഷ സമർപ്പിച്ചവരാണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ 2019 ലോഗിനിൽ പോയി നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അതുപോലെ SBIയുടെ അക്കൗണ്ട് മാറിയത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP ലഭിക്കും. ആ OTP വെച്ച് നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അതിനുശേഷം കിട്ടുന്ന ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളൊരു കോപ്പി സൂക്ഷിക്കുക, ഒരു കോപ്പി സ്കൂളിൽ കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവൂ. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയി അതിനെ ആ ഒരു ആപ്ലിക്കേഷനെ ഡിഫക്റ്റ് അടിച്ച് മേടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും തിരുത്തി അത് റീസബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ. അറിയാവുന്നവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കുക. ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. ഏതൊക്കെ സ്കോളർഷിപ്പാണെന്ന് ഞാൻ കുറച്ച് സ്കോളർഷിപ്പുകളെ കുറിച്ച് പറയാം. ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ എല്ലാ സ്കോളർഷിപ്പിനെ കുറിച്ചും പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ഇനി +1 +2 കാർക്കാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. അതുപോലെ ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾക്കും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, അതുപോലെ 9ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഹസ്രത്ത് ബീഗം സ്കോളർഷിപ്പ്, മൗലാന ആസാദ് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ്. അങ്ങനെ ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, ഡിസബിലിറ്റി സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അങ്ങനെ വിവിധ തരം സ്കോളർഷിപ്പുകളാണ് നമ്മളുടെ സർക്കാർ നമ്മൾക്ക് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാമെന്നുള്ളത് നമ്മളുടെ ഓരോ വീഡിയോയിലും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ഓൾ കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഈ ഒരു മച്ചാൻ ഗാലറി സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിവിധ തരം സ്കോളർഷിപ്പുകൾ, ധനസഹായ പദ്ധതികളൊക്കെ നമ്മളുടെ മച്ചാൻ ഗാലറി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് ധനസഹായങ്ങൾ ലഭിച്ചു. എല്ലാവരും എനിക്ക് നന്ദി അറിയിക്കുകയുണ്ടായി. ഇനി കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം ഈ ഒരു സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഡീറ്റെയിൽ കൊടുക്കേണ്ട ഡീറ്റെയിലും, അതുപോലെ തന്നെ SPT ബാങ്ക് മാറി SBIയിലേക്ക് മെർജ് ആയിട്ടുള്ള കാര്യങ്ങളും, നിങ്ങളുടെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരെയും സഹായിക്കുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരെയും നമ്മളെ കുടുംബാംഗങ്ങളായി കരുതുക, നമ്മളുടെ ഉറ്റവരും ഉടയവരുമായി കരുതുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്, അതായത് +1 +2 ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾക്ക് ഏതൊക്കെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതുപോലെ 9ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഹസ്രത്ത് ബീഗം അല്ലെങ്കിൽ മൗലാന ആസാദ് സ്കോളർഷിപ്പിന് എങ്ങനെ അപേക്ഷിക്കാം, അതിനെന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് എന്നൊക്കെയുള്ള പൂർണ്ണരൂപം നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ മച്ചാൻ ഗാലറി. അപ്പോൾ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ മച്ചാനായിട്ട് തന്നെ കണ്ടേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുമായി കാണാം. ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. ഇനി നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് മച്ചാൻ ഗാലറി. നൗ ഫാൽ സൈനിങ് ഓഫ്. ബൈ.
scholarship.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. കേരള തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ, മാറിപ്പോകരുത്. പ്രീ മെട്രിക് ആൻഡ് പോസ്റ്റ് മെട്രിക്, മെറിറ്റ് കം മീൻസ് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളാണ്. സോ പ്രീ മെട്രിക് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നെയിം കറക്റ്റായിട്ടുള്ള അക്കൗണ്ട് നമ്പർ, അതായത് പാസ്ബുക്കിലുള്ള നെയിം, ആധാറിലുള്ള നെയിം കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഇഫ് ഒരു പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ പേര് മാറിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആധാറിലെ പേര് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബാങ്കിൽ പോയാൽ അവർ ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നിങ്ങളുടെ IFSC കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറെല്ലാം കൊടുത്തതിന് ശേഷം പെർഫെക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഒന്നുകൂടെ റീവെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു രജിസ്ട്രേഷൻ ID 2020 തുടങ്ങുന്ന ഒരു രജിസ്ട്രേഷൻ ID നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP, ഒരു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് OTP ലഭിക്കും. ആ OTP സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ പാസ്വേഡ് ലോഗിൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സിങ്. അതൊക്കെ ഓൺലൈൻ സെൻറ്ററിലുള്ളവർക്ക് അറിയാൻ സാധിക്കും. അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. പക്ഷേ അവർക്ക് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. SBT അക്കൗണ്ട് ഉള്ളവർ SBT അക്കൗണ്ടിൽ നിന്നും SBINലേക്ക്, അതായത് പുതിയ IFSC കോഡ് കണ്ടെത്തി വേണം അപേക്ഷ സമർപ്പിക്കാൻ. ആ IFSC കോഡ് നിങ്ങൾ ബാങ്ക് വഴിയോ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് ഏത് ഈസി ആണെന്ന് തോന്നുന്നു അതുവഴി നിങ്ങൾ കണ്ടെത്തി വേണം പുതിയ IFSC കോഡ് എൻട്രി ചെയ്യാൻ. മറ്റുള്ള ബാങ്കുകാർക്കൊന്നും ഇത് പ്രശ്നമല്ല. SBT ഉള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറുകളൊക്കെ മാറി പുതിയ അക്കൗണ്ട് നമ്പറിലേക്കൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ യൂണിയൻ ബാങ്ക് പോലുള്ള ബാങ്കുകൾ, SBT ബാങ്കുകൾ ഇങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. അവരുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും അപ്ഡേറ്റ് ആയ കാര്യം പലർക്കും അറിയില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം വേണ്ടി മാത്രം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവൂ. അതുപോലെ നിങ്ങൾ ഫ്രഷ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മുമ്പ് പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഏത് വർഷമാണോ രജിസ്റ്റർ ചെയ്തത് ആ വർഷം പോയി നിങ്ങളുടെ ലോഗിൻ ചെയ്ത്, റിന്യൂവൽ ആണെന്നുണ്ടെങ്കിൽ റിന്യൂവൽ ലോഗിൻ ചെയ്യുക. റിന്യൂവൽ 2019 ആണ് നിങ്ങൾ റിന്യൂ ചെയ്ത ആപ്ലിക്കേഷനിലാണെങ്കിൽ അവിടെ റിന്യൂ ചെയ്ത് നിങ്ങളുടെ റിന്യൂവൽ സെക്ഷനിൽ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ID അന്ന് നിങ്ങൾക്ക് അപേക്ഷിച്ച രജിസ്ട്രേഷൻ IDയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. അഥവാ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID തപ്പിയെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID കണ്ടെത്താം. അങ്ങനെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഹാവ് ബീൻ സെൻഡ് ടു ദ ബാങ്ക്. അതായത് പേയ്മെൻറ്റ്, നിങ്ങളുടെ സ്കോളർഷിപ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങളെ ബ്ലൂ ലെറ്റേഴ്സിൽ കാണിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അല്ലെങ്കിൽ നോട്ട് ഇൻ ദ മൈനോറിറ്റി ലിസ്റ്റ്, നിങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അവിടെ എഴുതി കാണിക്കും.